പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഒരു കടക്കെണിയിലായിപ്പോയി. ഈ കാണുന്ന ഇരുനിലയിലുള്ള മനോഹരമായ കെട്ടിടം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇതിന് നിങ്ങൾ ഇവിടെ ബന്ധപ്പെടുക, വളരെ വേഗം ബന്ധപ്പെടുക എന്നാണ് നമ്മുടെ ബോർഡ്. ഇതിനെക്കുറിച്ച് ഇത് സ്ഥലം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എങ്കിലും വിൽപ്പനയല്ല അതിനകത്തുള്ളൊരു ഉദ്ദേശം. അതിൽ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെയും ചില സാങ്കേതികമായ ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രിയ സുഹൃത്തിൻ്റെ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ. ബാക്കി നമുക്ക് നേരിൽ അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചുകൊണ്ട് കേൾക്കാം. മെയിനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് അയ്യൂബ് ഖാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സങ്കടാവസ്ഥ വന്നപ്പോൾ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 3 പേര്. 3 മക്കൾ. 3 പെൺമക്കളാണ്? അല്ലല്ല, 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെണ്ണും. മൂത്ത മോൻ മരിച്ചു. ഇനി 2 മക്കളുണ്ട്. മോളെ കെട്ടിച്ചു. അങ്ങനെ ഒരു ലോണുണ്ട്. ആ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് സ്ഥലം വിൽക്കുന്നത്. അതിനുവേണ്ടി ഒരു ലോണിൽ അദ്ദേഹത്തിനൊരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കടം വന്നുപോയി. ആ കടത്തിലൂടെ അദ്ദേഹം വളരെ പ്രയാസം അനുഭവിക്കുന്നു. ആ പ്രയാസത്തിൻ്റെ ഭാഗമായി നല്ല തുക ഉണ്ടോ? വലിയ തുക ഉണ്ടോ? 25 ലക്ഷം. 25 ലക്ഷം രൂപയുടെ ഒരു കടമുണ്ട് അദ്ദേഹത്തിന്. ആ കടത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ വിൻ്റർ ഹെവൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം ഞങ്ങളോട് പറയുകയും അപ്പോൾ അത് നമുക്ക് നേരിൽ കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും അദ്ദേഹത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സ്ഥലം മെയിനായിട്ട് വിൽക്കണം. അപ്പോൾ വിൽപ്പനയുടെ ബാക്കിയുള്ള സാങ്കേതിക കാര്യങ്ങളും എല്ലാം നമ്മുടെ അയ്യൂബൊക്കെ പറയും. പിന്നീട് വഴിയെ നമ്മളോട് പറയും. നമുക്ക് ഈ വിൽക്കാൻ വേണ്ട സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. ഒന്ന് പറഞ്ഞാട്ടെ. കടത്തിന്റെ ആവശ്യം കൊണ്ടാണ് സ്ഥലം വിൽക്കുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് സൈഡ് 23 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം, ബാറ്റ് അറ്റാച്ച്, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള വീടാണ്. 2 മുറിക്കട എല്ലാം ഉള്ളതാണ്. മെയിൻ റോഡാണ്. ഒരിക്കലും വെള്ളം പറ്റാത്ത കിണർ എല്ലാം ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം. തൊട്ടടുത്തൊക്കെ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ? പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. ഏത് രാത്രി ഏത് സമയവും പോവുകയും വരികയും ചെയ്യാനുള്ള യാത്രയ്ക്കുള്ള എല്ലാ വണ്ടികളുമുള്ള സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും. നമ്മുടെ ഈ കറക്റ്റ് ജംഗ്ഷന്റെ പേര് സ്വാമിനഗർ എന്ന് പറയും. സ്വാമിനഗർ, ഇലവുപാലം സ്വാമിനഗർ. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ടതാണ്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഈ സ്ഥലത്തിൻ്റെ ഇപ്പോൾ അയ്യൂബക്കയുടെ ഈ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയാണ്. അപ്പം നമുക്ക് തൊട്ടടുത്തുനിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലേക്ക് കയറാം. കൊല്ലം ജില്ലയിലേക്ക് പോയി നമ്മുടെ വ്യാപാര വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. അവിടെ തന്നെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. തൊട്ടടുത്ത് ഒരുപാട് സർക്കാർ സ്കൂളുകളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ധാരാളം ഇവിടെ ഉണ്ട്. ഇത് പെരിങ്ങമല പഞ്ചായത്ത്, നെടുമങ്ങാട് താലൂക്ക്, തിരുവനന്തപുരം ജില്ല. അപ്പം നമുക്ക് 16ാം വാർഡാണ്. 16ാം വാർഡ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒരുമിച്ചൊന്ന് സഹായിച്ചാലോ? അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പം നമുക്ക് ഈ വീടൊന്ന് മുഴുവനൊന്ന് നമുക്കൊന്ന് ചുറ്റിക്കാണാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. ഈ മുറി ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുറിയാണല്ലേ? മെയിൻ റൂമാണ്.
ഇത് നിസ്കാര റൂമാണ്. ഓ നിസ്കാര മുറി അല്ലേ? ഒരു നല്ല മനോഹരമായ വീടാണ് കേട്ടോ. നല്ല വീടാണ്, കാഴ്ചയ്ക്ക് വളരെ ഐശ്വര്യമുള്ള വീടാണ്. നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മുന്നേ പോയിക്കോളൂ. നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ഐശ്വര്യമുള്ള വീട്. ഇത് 2 നില വീടാണ്. സ്റ്റെയർ ഉണ്ട്. ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുന്ദരമായ സ്ഥലമാണ്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതൊരു നല്ല മുറിയാണ്. ഒരു റൂമും ഇവിടെ അതിൻ്റെ മുകളിൽ തന്നെ ബാത്റൂം, നമ്മുടെ കിച്ചൺ ഒക്കെ അറ്റാച്ച്ഡാണ്. മുകളിൽ തന്നെ കിച്ചൺ നല്ല അത്യാവശ്യം വളരെ മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്ന കിച്ചണുണ്ട്. ഇവിടെ മൊത്തം എത്ര സെന്റ് എന്ന് പറഞ്ഞാൽ? 23. നല്ല വെളിയിലെ ബാത്റൂം, പുറത്തൊരു ബാത്റൂം ഉണ്ട്. നല്ല സൗകര്യമുള്ള ബാത്റൂം. അതുപോലെ ഒരിക്കലും പറ്റാത്ത നല്ല ഐശ്വര്യമുള്ളൊരു കിണർ. നമുക്ക് നല്ല ചുറ്റടവുണ്ട്, അടച്ചുകെട്ടുണ്ട്. ബാക്കിലോട്ട് ഈ കാണുന്ന മതിലിന് അപ്പുറത്തേക്ക് സ്ഥലമുണ്ട്. ആ തെങ്ങ് കാണുന്ന ഭാഗത്തേക്ക് സ്ഥലമുണ്ട്. അതെല്ലാം ആ കാണുന്ന പുളിയും മറ്റ് മരങ്ങളും തെങ്ങുകളും പ്ലാവുകളും ഒക്കെ നിൽക്കുന്ന മരങ്ങളും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ വളരെ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. മോളുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിൽ 2ാമത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷനാണ്. ഇവിടെ വളരെ നല്ല വൈബ്. ഇപ്പോൾ ഒരു ചെറിയൊരു മഴച്ചാറ്റലുള്ളത് കൊണ്ട്, മഴ സീസൺ ആയതുകൊണ്ടുള്ള ഒരിതാണ്. വളരെ നല്ല മനോഹരമായ സ്ഥലം. ഇതാണ് പാലോട് ചെങ്കോട്ട റോഡ് കേട്ടോ. ചെങ്കോട്ട റോഡ്. വീടിൻ്റെ ടോപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് പാലോട് ചെങ്കോട്ട റോഡ്. വളരെ നല്ല വൈബുള്ള സ്ഥലമാണ്. ആ മുകളിലേക്ക് കാണുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അതിരുകളെല്ലാം നല്ല മതിലിനാൽ ബന്ധിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലേക്ക് കാണുന്ന സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ്. നാലാമത്തെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലേക്ക് കയറുകയാണ്. മാമ കയറിക്കോളൂ. വളരെ നല്ല വൈബാണ്. ഇവിടെ നിന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഇനി നമുക്ക് ആ സ്ഥലങ്ങൾ എല്ലാം മനോഹരമായി ഇവിടെ നിന്ന് തന്നെ വളരെ ആ വേലി മുതൽ ഇത് നമുക്ക് വ്യക്തമായി വേലി കാണാൻ കഴിയില്ല എങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇമാമായ നേരിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രയാസമുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കടക്കണിയിൽ വന്ന ഒരു ജപ്തിയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ വക്കിലേക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നുള്ളൂ. അപ്പം എന്തൊക്കെയാ അതിൽ പറയാനുള്ളത്? എന്തൊക്കെയാ പറയാനുള്ളത്? സൗദി അറേബ്യയിൽ നിന്നിട്ടുള്ളതാണ്. ഇവിടെ വന്ന് ഇത് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു കടബാധ്യത ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇഷ്ടപ്പെട്ടല്ല കൊടുക്കുന്നത്, ജീവിതം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് കൊടുക്കുന്നത്.
അതെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ സംപ്രേഷണം ചെയ്ത് വിന്റർ ഹെവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാൻ സമ്മതമാണല്ലോ. സമ്മതമാണ്. എത്രയും പെട്ടെന്ന് ഇത് കൊടുത്ത് എനിക്ക് കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ഗൈസ് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അതിന് സൗകര്യത്തിൽ നല്ല വൈബുള്ളൊരു ഭവനം വീട് ആരെങ്കിലും വാങ്ങാൻ കാത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേഗം വരണം. ഏരിയ നല്ല ഏരിയ വന്ന് നോക്കിയിട്ട് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, നിങ്ങളെല്ലാം ഇൻബോക്സിൽ കൊടുത്തേക്കും. നിങ്ങൾ വന്ന് അത് കണ്ട് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ. നമ്മുടെ അയ്യൂബക്കയുടെ ഭവനത്തിനകത്ത് നിന്നും ഞങ്ങളിത് പകർത്തുമ്പോൾ വളരെ നല്ല ഐശ്വര്യമുള്ള മനോഹരമായ ഒരു വീടാണിത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം നമ്മൾ കേട്ടതാണ്. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യുക. പുതിയ ഭവനം വാങ്ങാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ, ഈ ന്യൂസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വരണം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞങ്ങൾ ഇൻബോക്സിൽ കൊടുത്തേക്കും. നിങ്ങൾ വരണം, അദ്ദേഹത്തെ സഹായിക്കണം. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് പാലോട് ചെങ്കോട്ട റൂട്ടിലുള്ള റോഡ് സൈഡിനുള്ള ഹൈവേയുടെ സൈഡിനുള്ള ഒരു ഏറ്റവും നല്ല ഒരു ഭവനം സ്വന്തമാക്കാം. അതൊരു വലിയൊരു സുവർണ അവസരമായിട്ട് നിങ്ങളിതിനെ ഉപയോഗിക്കണം. എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ നമ്പർ കൊടുത്തേക്കും. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തായാലും ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.